ഹായ് എവരി വൺ. അപ്പൊ എല്ലാവർക്കും സൈലം ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വർഷത്തെ എക്സാം സീസൺ തുടക്കം IBPS POയിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ IBPS POന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോ ഇന്നലെ ജൂൺ 30 എന്ത് വന്നത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് ഇന്ന് ജൂലൈ 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ, അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കുക. ഇതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ IBPSന്റെ സൈറ്റിൽ. അപ്പൊ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് എ പ്രൊബേഷണറി ഓഫീസർ ഓർ മാനേജ്മെന്റ് ട്രെയിനി എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഡേറ്റുകൾ എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങുന്നത് ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആണ് ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ് കണ്ടക്ട് ചെയ്യുക. ഓഗസ്റ്റ് 17 മുതൽ തുടങ്ങും എന്നാണ് കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒക്ടോബറിലാണ് കണ്ടക്ട് ചെയ്യുക. ദെൻ റിസൾട്ട് വരുന്നത്, മെയിൻ എക്സാമിന്റെ റിസൾട്ട് നവംബറിൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആ പ്രോസസ്സിന് ശേഷം നമുക്ക് വരുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് വരുന്നത് അല്ലെ. പുതുതായിട്ട് IBPS PO ഇൻഡക്ട് ചെയ്ത ഒരു സംഭവമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്ത് പോവാ, ഡിസ്കസ് ചെയ്ത് പോവാം. കാരണം അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണെന്നുള്ളത് അത് നവംബർ ഡിസംബർ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത് ഡിസംബർ ജനുവരി ആയിട്ടാണ്. അപ്പൊ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്നത് നമുക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് എന്തുണ്ടാകും, പ്രൊവിഷണൽ അലോട്ട്മെന്റും ഉണ്ടാകും അല്ലെ. അപ്പൊ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു 6-7 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാങ്കറായിട്ട് മാറാം. PO പോസ്റ്റിലുള്ള ബാങ്കറായിട്ട് മാറാം. വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ 11 പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആണ് ഇതിൽ ഉള്ളത് അല്ലെ. അതായത് 11 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് ഈ IBPS റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സാലറി സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഹാൻസ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന വെച്ചാൽ 85,000 ആണ്. നമുക്ക് അത് നിയർലി 75 to 85,000 കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെയിൻ ആയിട്ടും ഏജിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏജ് എന്ന് പറയുമ്പോൾ മിനിമം 20 ഇയേഴ്സ്, മാക്സിമം 30 ഇയേഴ്സ്. ഇത് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ EWS കാറ്റഗറിയുടെ കേസസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും ജൂലൈ 2 1995 മുമ്പോ അല്ലെങ്കിൽ ജൂലൈ 1 2005 ശേഷമോ ആയിരിക്കരുത്, ജനിച്ച ആളായിരിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് 2 ജൂലൈ 1995 മുമ്പും പാടില്ല, 1 ജൂലൈ 2005 ശേഷവും പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ ഈ രണ്ട് ഡേറ്റ്സും എന്താണ്, ഇൻക്ലൂസീവ് ആണ്. ഈ രണ്ട് ഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. കാറ്റഗറി വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് റിലാക്സേഷൻ വരാറുണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തിന്റെ റിലാക്സേഷൻ, അതായത് 30 എന്ന് പറഞ്ഞാൽ അത് 35 മാറും. അതുപോലെ തന്നെ OBC കാറ്റഗറി ഇൻ ടേംസ് ഓഫ് നോൺ ക്രീമി ലെയറിന്റെ ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ എക്സ്റ്റൻഷൻ, അതായത് 33 വരും എന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന്റെ കേസിലാണെങ്കിൽ 10, ദെൻ എക്സ് സർവീസ്മെന്റ് കാറ്റഗറി അങ്ങനത്തെ കേസസ് ആണെങ്കിൽ 5 വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അല്ലെ. ഇതാണ് ഏജ് റിലാക്സേഷനെ കുറിച്ചിട്ട് ഒന്ന് പറയാനുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെയിൻ ആയിട്ടും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഡിഗ്രി വേണമെന്നേ ഉള്ളൂ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പക്ഷെ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 21 ജൂലൈ 2025 എന്തുണ്ടാവണം, അവരുടെ റിസൾട്ട് വന്നിരിക്കണം. കാരണം എത്രയാണ് ഡിഗ്രിയിൽ സ്കോർ ചെയ്ത പെർസെന്റേജുകൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, അപ്ലൈ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ 21 ജൂലൈ 2025 മുമ്പ് ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. എത്രയാണ് ഡിഗ്രിയിൽ കിട്ടിയ മാർക്ക് എന്നതും എന്ത് ചെയ്യാൻ പറ്റണം, മെൻഷൻ ചെയ്യാൻ പറ്റുകയും വേണം അല്ലെ. അപ്പൊ അത് മെയിൻ ആയിട്ടും എക്സാക്ട് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിവിടെ പറയുന്നുണ്ട്, the candidate must possess valid mark sheet degree certificate that he or she is a graduate on the day he or she registers and indicates the percentage of the marks obtained in the graduation while registering online എന്നാണ് പറയുന്നത്. എക്സാക്ട് ആയിട്ട് അതിന്റെ മാർക്സ് അല്ലെങ്കിൽ പെർസെന്റേജുകൾ എന്ത് ചെയ്യും വേണം, മെൻഷൻ ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി മെയിൻ ആയിട്ടും പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. IBPS PO കഴിഞ്ഞ വർഷത്തെ ഏത് എക്സാം സ്ട്രക്ചർ ആണോ നമ്മൾ പ്രിലിംസിന്
പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ ഏതിലേക്കെന്ന് വെച്ചാൽ ക്വാണ്ടിലും റീസണിങ്ങിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഓക്കെയാണ്, 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ആണ് വരിക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 35 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ്. റീസണിംഗിൽ 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആണ് വരുന്നത്. ഓരോ സെക്ഷനും അലോട്ടഡ് ടൈം എന്ന് പറയുമ്പോൾ എത്ര വരിക? 20 മിനിറ്റ്സ് ആണ് വരിക. ഓക്കെ, ഓരോ സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തും ചെയ്യേണ്ടതായിട്ട് വരും? ഓവറോൾ കട്ട് ഓഫും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നേടി എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. സെക്ഷൻ വൈസ് കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ ഓവറോൾ കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മെയിൻസിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം റീസണിംഗിന്റെ കേസ് നോക്കാം. 40 ക്വസ്റ്റ്യൻ 60 മാർക്സ് 50 മിനിറ്റ് ആണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ജി കെയിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതുവരെ ഉള്ള ജി കെ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഈ 3 സെക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അഡീഷണൽ 2 സെക്ഷൻസും കൂടെ ഇവിടെ വരുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് RBI സർക്കുലേഴ്സ് എന്ന് പറയുന്ന ഒരു കേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പെർട്ടിക്കുലർലി RBI റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, പിന്നെ ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അത് 35 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്സ് ആണ്, 25 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആണ്, 40 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര മാർക്കാണ്? 50 മാർക്കാണ് പറയുന്നത്, 45 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 145 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്കാണുള്ളത്, 160 മിനിറ്റ്, അതായത് 2 മണിക്കൂറും 40 മിനിറ്റുമാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈ OMR കഴിഞ്ഞിട്ട്, അതായത് OMR എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് മെയിൻസ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ അപ്പൊ തന്നെ എന്ത് സംഭവിക്കും? മറ്റൊരു വിൻഡോ ഓപ്പൺ ആവും, ഡിസ്ക്രിപ്റ്റീവിന്റെ ടൈപ്പിംഗ് അല്ലെ, കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്രാവശ്യം ഡിസ്ക്രിപ്റ്റീവില് ഏതൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് essay പറയുന്നുണ്ട്, ഒന്ന് കോംപ്രിഹെൻഷനും പറയുന്നുണ്ട് അല്ലെ. യൂഷ്വലി ഇതുവരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ essay ആൻഡ് ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ലെറ്റർ റൈറ്റിംഗ് ഇല്ല, അതിന് പകരം കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. ഓക്കെ, എസ്സേയും കോംപ്രിഹെൻഷനുമാണ് പറയുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 25 മാർക്ക് ഉണ്ടാകും, 30 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ അല്ലെ. ഇതിന്റെ മാർക്കും ഓവറോൾ മാർക്കിൽ കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓവറോൾ മാർക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒബ്ജക്റ്റീവിന് 200 മാർക്കും പ്ലസ് 25 മാർക്ക് എന്താണ്? ഡിസ്ക്രിപ്റ്റീവിലും വരുന്നുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവിൽ എത്രത്തോളം നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, അത് അത്രയും നല്ലതാണ് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവിൽ സ്കോറിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല കേസാണ്. കാരണം എന്താന്ന് വെച്ചാൽ 25 മാർക്കിൽ നമുക്ക് ഒരു 20 മാർക്ക് വരെയൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, നന്നായിട്ട് ടൈപ്പിംഗ് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അത് നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്റ്റീവിന്റെ കേസ് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവിൽ കോമൺ ആയിട്ടും ചോദിക്കാനുള്ള ചാൻസസ് ഉള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നും ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ആൻഡ് ടെക്നോളജി, കറന്റ് ഈവന്റ്സ്, എത്തിനിക്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നത്? പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടും ഉള്ളൊരു സംഭവമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇതുവരെ മെയിൻ ആയിട്ടും പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം IBPS PO വെക്കുന്നുണ്ട്. അതായത് കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ ദ മെയിൻ എക്സാമിനേഷൻ will be called for a personality test self report എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സെൽഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ ആയിട്ടും അവരൊരു ഫോം തരുമായിരിക്കും. ആ ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും അവരുടെ കയ്യിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഡിസ്ലൈക്സ്, ലൈക്സ്, അതുപോലെ തന്നെ നമുക്ക് പാഷൻ ഉള്ള കുറെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ബാങ്കിങ് സെക്ടർ വരുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതനുസരിച്ചിട്ട് അവർ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഇന്റർവ്യൂവിന് മുമ്പാണ് ഇത് നടക്കുക കേട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് മുമ്പാണ് നടക്കുക. അത് പേഴ്സണാലിറ്റി ടെസ്റ്റിന് ശേഷം മാത്രമേ എന്തിലോട്ട് പോകുള്ളൂ? നമ്മള് ഇന്റർവ്യൂവിലോട്ട് പോകുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, however appearing the personality test will be mandatory for being eligible for appearing the interview process എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങൾ എന്താണോ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്യുന്നത്, അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. കാരണം നമ്മൾ 100% ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് കൂടുതലും അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങൾ 100% ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറഞ്ഞു പോകാൻ പാടുള്ളൂ. കാരണം അതനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ക്വസ്റ്റ്യനെയർ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. യൂഷ്വലി തോന്നുന്നത് ഏതെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അത് അനുസരിച്ചിട്ട്
ഇന്റർവ്യൂ പാനൽസ് നമുക്ക് ചോദ്യം ചോദിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് മോസ്റ്റ്ലി അങ്ങനെ തന്നെ ആവാനാണ് ചാൻസസും വരിക. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കുക നിങ്ങൾ. ഓക്കെ, പേഴ്സണാലിറ്റി പ്രൊഫൈൽ ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്ലേസ്ഡ് ബിഫോർ ദ ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നുണ്ട്. ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് വിൽ ബി എന്താണ് നോൺ ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് എന്നും പറയുന്നുണ്ട്. നോൺ ക്വാളിഫയിങ് നേച്ചറിലാണ് എന്ത് വരുന്നത് എക്സാക്ട്ലി ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അത്രയും ജെന്യൂൻ ആയിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് ദ മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് അപ്പിയർ ഫോർ ദി പേഴ്സണാലിറ്റി ടെസ്റ്റ് will be subsequently be called for the interview conducted by the participating banks and okay അതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ മെയിൻസ് ക്ലിയർ ചെയ്തു, അപ്പൊ എന്തായാലും നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു നോൺ ക്വാളിഫയിങ് നേച്ചർ എന്നാണ് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയുന്നുണ്ട്, അതിനുശേഷം നമ്മൾ എന്തിലോട്ട് പോകും, ഇന്റർവ്യൂലോട്ട് പോകുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്റർവ്യൂലോട്ട് പോകുമ്പോൾ ദ ടോട്ടൽ മാർക്സ് അലോട്ടഡ് ഫോർ ദ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 225 മാർക്കിനാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത് എക്സാക്ട്ലി നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് മെയിൻസ് കണ്ടക്ട് ചെയ്യുന്നത്. പ്ലസ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എത്ര വരിക എക്സാക്ട്ലി 100 മാർക്കാണ് വരിക അല്ലെ. ഓക്കെ, the minimum qualifying marks in the interview will be not less than 40%, 35% for SC, ST, OBC, PWD candidates എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ജനറലും EWS കാറ്റഗറിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സാക്ട്ലി ദ മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുമ്പോൾ 40% കുറയാതെ വേണം എന്നാണ് പറയുന്നത് അല്ലെ. 40 മാർക്ക് വേണം എന്നാണ് പറയുന്നത്. ബാക്കി കാറ്റഗറിക്ക് 35 വേണം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി പറയുന്നുണ്ട് ദ റിലേറ്റീവ് വെയിറ്റേജ് റേഷ്യോ ഓഫ് ദി ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഇന്റർവ്യൂ വിൽ ബി 80:20 എന്നാണ് പറയുന്നത് അല്ലെ. അത് 80-20 എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതായത് ഇപ്പം എത്രയാണോ മെയിൻസിൽ സ്കോർ ചെയ്യുന്നത് അതിനെ 80ന്റെ പെർസ്പെക്റ്റീവിലോട്ട് മാറ്റുകയും അതുപോലെ തന്നെ എത്രയാണോ ഇന്റർവ്യൂവിൽ സ്കോർ ചെയ്യുന്നത് അതിനെ 20ന്റെ പെർസ്പെക്റ്റീവിലോട്ട് മാറ്റുകയും ചെയ്യും. എന്നിട്ട് ഓവറോൾ 100ലായിരിക്കും എന്ത് ചെയ്യാം ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത്. ഇനി അതേപോലെ തന്നെ ഏതൊക്കെ ബാങ്ക്സ് എത്ര ഒഴിവുകളാണ് മെയിൻ ആയിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞു അല്ലെ, 11 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്, ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ കാനറ ബാങ്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം 5208 വാക്കൻസീസ് ആണ് എക്സാക്ട്ലി പറയുന്നത്. ഓക്കെ, അപ്പൊ 5208 വാക്കൻസീസിൽ 3000 വാക്കൻസീസും ആരാണ് ഫിൽ ചെയ്യുന്നത്, ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത് ഫിൽ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ NR എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അല്ലെ. അതായത് നോട്ട് റിപ്പോർട്ടഡ് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒഴിവുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി എന്തായാലും റിപ്പോർട്ട് ചെയ്യാനും ചാൻസസ് ഉണ്ട് കേട്ടോ, ചാൻസസ് നല്ലോണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഇനിയും റിപ്പോർട്ടഡ് ചെയ്യാത്ത കുറച്ച് ബാങ്ക്സുകൾ ഉണ്ട്. ഏതൊക്കെയുള്ളത്, നമ്മുടെ ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ യൂക്കോ ബാങ്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, യൂണിയൻ ബാങ്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ എന്തായാലും പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുമ്പോഴേക്കും ഈ കൺസേൺഡ് ആയിട്ടുള്ള ബാങ്ക്സും എന്ത് ചെയ്യുന്നതായിരിക്കും, ഇവരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എന്തായാലും 5200 എന്ന് പറയുന്ന വാക്കൻസീസ് എന്ത് ചെയ്യാനേ ചാൻസ് ഉള്ളൂ, കുറച്ചും കൂടെ കൂടാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വാക്കൻസീസ് തന്നെയാണ് ഉള്ളത്. 5208 വാക്കൻസീസ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് വളരെ സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എക്സാം തന്നെയാണ് മെയിൻ ആയിട്ടും IBPS PO എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ ബാച്ചസിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും അതായത് ഇപ്പൊ ബേസസ് ഒക്കെ വളരെ സെറ്റ് ആണ്, നമുക്ക് പ്രാക്ടീസ് കാര്യങ്ങൾ മാത്രം മതി, റിവിഷൻ ഒക്കെ മതിയെങ്കിൽ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ മെയിൻ ആയിട്ടുമുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് നിങ്ങൾക്ക് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ഓഫ്ലൈൻ പറ്റുന്നില്ല, ഓൺലൈനിൽ ഇത് പറ്റുന്നുള്ളൂ പറഞ്ഞാൽ റിപ്പീറ്റേഴ്സ് ബാച്ച് നമുക്ക് എന്തിലും അവൈലബിൾ ആണ്, എക്സാക്ട്ലി നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സൈലത്തിലും അവൈലബിൾ ആണ്. ഓക്കെ, എന്ത് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള നമ്പറിൽ കോൾ ഫോർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പ്രധാനമായിട്ടും തുടങ്ങാൻ പോകുന്ന ബാച്ചാണ് അപ്കമിംഗ് ആയിട്ടുള്ള IBPS SBI എക്സാംസിന് വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാൻ പോകുന്ന ബാച്ചാണ്. ജൂലൈ 9-നാണ് തുടങ്ങുന്നത്. അതിന്റെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. IBPS SBI ടാർഗറ്റ് ബാച്ച് എന്നതാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിന്റെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ബാങ്കിന്റെ നമ്മുടെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള IBPS SBI ടാർഗറ്റ് ബാച്ചിന്റെ നമ്മുടെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ആപ്പിൽ പോയിട്ട് നമുക്ക് ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ,
ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഓൾറെഡി റണ്ണിങ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. നമ്മുടെ മെയ് 14 തുടങ്ങിയ ബാച്ചാണ് RRB PO RRB ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ RRB PO വരും ഉദ്ദേശിച്ചിട്ട് ആദ്യം തുടങ്ങിയ ബാച്ചാണ്. പക്ഷെ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ എല്ലാ എക്സാംസും എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ജൂലൈ 9 വരെ വെയിറ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു കൺസേൺ ആയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പാറ്റേൺ ചേഞ്ച് നന്നായിട്ട് ഒന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ വന്ന മാറ്റങ്ങളും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടും GK എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് അതും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെ. ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, മാറ്റമായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ബേസും കോൺസെപ്റ്റ്സും എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുക. എന്നിട്ട് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫക്റ്റീവ് ആയിട്ട് ഇതിലോട്ട് ഒരു എക്സാമിലോട്ട് ക്രാക്ക് ചെയ്ത് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ വേറൊന്നും പറയാനില്ല, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് വേറെ ഒരു സന്തോഷ വാർത്തയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, ബൈ ട്ടോ.